ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാം 2025-26 നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നത് പിശുക്കിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ്. അതിൽ ഓപ്ഷൻ ബി, ദരിദ്രനാവുമോ എന്ന ഭയം, ദാരിദ്ര്യ ഭയം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി എന്നതാണ് ശരി. അടുത്തത് എന്താണ്? മനുഷ്യൻ്റെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്നർത്ഥം, അതാണ് മൊയ്ജിസത്ത് എന്നതാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആദ്യമായി ജുമാ നിസ്കരിച്ച സ്ഥലം എവിടെയായിരുന്നു? ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഓപ്ഷൻ ഡി, സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥലം. അടുത്ത നാലാമത്തത് അവർ യാത്രക്കാരനാണോ എന്നതിൻ്റെത് അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഹൽ ഹുവ മുസാഫിറുൻ എന്നതാണ്. അടുത്തത് അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് ഹിജ്റ പോയ വാഹനം ഒട്ടകം, ഓപ്ഷൻ എ എന്നത്. ആറാമത്തത് ഒമാ ഹലക്കത്തൽ ജിന്നി വൽ ഇൻസി ഇല്ലാ ലിയഅ്ബുദൂൻ എന്താണ്? ഓപ്ഷൻ ബി, മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിനെ ആരാധിക്കണം എന്നതാണ് അവിടെ ആൻസർ ശരിയായത്. അടുത്തത് ഏഴാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരുടെ പേരിനൊപ്പം വിളിക്കപ്പെടുന്നത് എന്താണ്? സയ്യിദ് എന്ന ഓപ്ഷൻ സി എന്നതാണ്. അടുത്തത് അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്താണ്? മദീനയിൽ മഴ വർഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത്. മദീനയിൽ മഴ വർഷിക്കാൻ, ഓപ്ഷൻ എ. അടുത്തത് ഒൻപതാമത്തത് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന രാജ്യം. മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലാണ്, ഓപ്ഷൻ സി. അടുത്തത് പാവപ്പെട്ടവർക്കൊപ്പം കഴിയാൻ ഇഷ്ടമില്ലാതിരിക്കൽ എന്താണ്? അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തിൻ്റെ അടയാളമാണ് എന്നാണ്? അഹങ്കാരത്തിൻ്റെ. അടുത്തത് 11 താഴെ കൊടുത്തവരിൽ ശ്രേഷ്ഠതയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബദറിൽ പങ്കെടുത്ത സഹാബികളാണ്. മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദറിൽ പങ്കെടുത്തവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതിൻ്റെ ഓപ്ഷൻ ഡി എന്നതാണ്. അടുത്തത് 12ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം തേടി തോയിഫിലേക്ക് പോയി. എപ്പോഴാണ്? നുബുവത്തിൻ്റെ 10ാം വർഷമാണ്. അടുത്ത 13 കലീമുള്ള എന്ന് വിളിക്കപ്പെടുന്ന റസൂൽ. കലീമുള്ള എന്ന് വിളിക്കപ്പെടുന്നത് മൂസ അലൈഹി ഇസ്ലാമിനെയാണ്. കലീമുള്ള എന്ന് വിളിക്കപ്പെടുന്നത് മൂസ അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഖലീലുള്ള, റൂഹുല്ല എന്ന ഈസ അലൈഹി ഇസ്ലാം, അബുൽ ബഷർ എന്ന ആദം അലൈഹി ഇസ്ലാം, ഹബീബുല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവരെ ഓരോ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് എന്താണ്? അലിഫ് ലാം റാ ഏത് തരം മദ്ദിൻ്റെ ഉദാഹരണമാണ്? ഏതാണ്? അൽ മദ്ദുൽ ലാസിം ഹർഫിക്ക് ഉദാഹരണമാണ്. അടുത്തത് താഴെ കൊടുത്തവയിൽ ഹുറൂഫുൽ മുഖത്തയുടെ ഇനത്തിൽപ്പെട്ടത്. ഹുറൂഫുൽ മുഖത്തയ അക്ഷരങ്ങളുടെ പേര് വായിക്കപ്പെടുന്നത് ഐൻ, സീൻ, കാഫ്. അവിടെ ഓപ്ഷൻ സി എന്നതാണ്. അടുത്തത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഇത് ഉൾപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബക്കറ. ആമന റസൂലിൽ നിന്നാണ് വന്നത്. സൂറത്തുൽ ബക്കറയാണ് ആമന റസൂൽ ഉള്ളത്, ബക്കറയിലാണ്. അടുത്തത് സൂറത്തുൽ ആദിയാത്ത് കഴിഞ്ഞ ഉടനെയുള്ള സൂറത്തുൽ തകാസുർ ആണ്, ഓപ്ഷൻ സി ആണ്. അടുത്തത് നൂന്, മീമ് എന്നീ അക്ഷരങ്ങൾക്ക് മാത്രമുള്ളതാണ് ഷദ്. ഉന്നത്ത് ചെയ്യാമല്ല, ഷദ് എന്ന ഓപ്ഷൻ ബി ആണ്. അടുത്തത് 19 നിർബന്ധമില്ലെങ്കിലും 3 അലിഫിൻ്റെ എത്ര നീട്ടൽ നല്ലതാണ്? ഏത് മദ്ദാണ് എന്നാണ്? മദ്ദുൽ ആരിൽ. നിർബന്ധമില്ലതെങ്കിലും 3 അലിഫിൻ്റെ എത്ര നീട്ടൽ നല്ലതാണ്? മദ്ദുൽ ആരിൽ. ലാസിമ് നിർബന്ധമാണ്. നമുക്കവിടെ മദ്ദുൽ ലാസിമാണ് നിർബന്ധമുള്ളത്. മദ്ദുൽ ആരിൽ
നീട്ടലാണ് നല്ലത് എന്നാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് എന്താണ്? അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനം എന്നർത്ഥമുള്ളത്. ഉച്ചാരണ സ്ഥാനം മഹ്റജാണ്. മഹ്റജാണ് ഉച്ചാരണ സ്ഥാനം. സിഫത്ത് രീതിയാണ്. അടുത്തത് അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ് ആര്? ആരാണ്? ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ. ഓപ്ഷൻ എ, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ. അടുത്തത് ഹബീസത്തിൻ ഇജ്തുസത്ത് എന്നതിലെ ഉദാഹരണത്തിലെ 2 പദങ്ങളിൽ ചേർത്തി ഓതേണ്ട രീതി. അവിടെ നമ്മളെന്താണ് കസറുള്ള നൂനാക്കിയിട്ട് തൻവീനിനെ കസറുള്ള നൂനാക്കി മാറ്റി ചേർത്തി ഓതുക എന്ന ഓപ്ഷൻ സി ആണ് അവിടെ ശരിയടയപ്പെടുത്തേണ്ടത്. അടുത്തത് എന്താണ്? അള്ളാഹു ന്യൂനതകൾ മറച്ചു വെക്കുന്നവനാണ് എന്നർത്ഥമുള്ളത്. അള്ളാഹു ന്യൂനതകൾ മറച്ചു വെക്കുന്നവനാണ് എന്നർത്ഥമുള്ളത് ഓപ്ഷൻ എ, അള്ളാഹു മൂക്കിലുൽ അസറാത്ത്. അള്ളാഹു മൂക്കിലുൽ അസറാത്ത് എന്ന ഓപ്ഷൻ എ ആണ്. അടുത്തത് ഹിജ്റ കലണ്ടറിലെ 10ാമത്തെ മാസം ഷവ്വാലാണ്. ഓപ്ഷൻ സി. അടുത്തത് എന്താണ്? ഹയ്യിന റബ്ബന ബിസ്സലാം വദ്ഹിൽന ദാറസ്സലാം. ഇതേതിലാണ്? സലാം വീട്ടിയ ശേഷമുള്ള ദുആയിലുള്ളതാണ്. സലാം വീട്ടിയ ശേഷമുള്ള ദുആയിലുള്ളതാണ്. അടുത്തത് 26 എന്താണ്? അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒരു കർമ്മം. അബ്ആദ് സുന്നത്തിൽപ്പെട്ട കർമ്മമാണ് ഏതാണ്? ഒന്നാമത്തെ അത്തഹിയാത്താണ് അബ്ആദ് സുന്നത്തിൽപ്പെട്ടത്. അടുത്തത് 27 താഴെ കൊടുത്തവയിൽ നിസ്കാരത്തെ നിഷ്ഫലമാക്കുന്നത്, അതായത് നിസ്കാരം ബാത്തിലാകുന്നത് എന്താണ്? ഓപ്ഷൻ ബി, നിയ്യത്ത് ചെയ്തോ എന്ന് സംശയിക്കലാണ്. നിയ്യത്ത് ചെയ്തോ എന്ന് സംശയിക്കുക, അത് നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. 28 താഴെ കൊടുത്തവരിൽ തൊട്ടാൽ വുളു മുറിയുന്ന സ്ത്രീ ആരെയാണ്? ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും. ഓക്കെ. ഉമ്മയുടെ അനിയത്തിയെ തൊട്ടാലോ സഹോദരിയെ തൊട്ടാലും പിതാവിൻ്റെ സഹോദരിയെ തൊട്ടാലൊന്നും വുളു മുറിയൂല. ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും. അടുത്തത് എന്താണ്? മരക്കൊമ്പിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്ന പ്രകാരം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഇബാദത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കൽ. ഓപ്ഷൻ എ. അടുത്തത് എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമേ. എന്താണ്? എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമെന്ന്. ഓപ്ഷൻ സി, വർഫൈനി എന്നതാണ്. എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമേ എന്ന്, വർഫൈനി. അടുത്ത 31 തൊട്ടാവാടിയുടെ ജന്മദേശം. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബ്രസീലാണ്. ഓപ്ഷൻ ബി, ബ്രസീൽ എന്നതാണ് തൊട്ടാവാടിയുടെ ജന്മദേശം. 32 അധ്യാപക ദിനം ആചരിക്കുന്നത് ആരുടെ ഓർമ്മക്കാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓപ്ഷൻ എ. അടുത്തത് ഇപ്പോൾ സമയം 10:20. 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞാൽ സമയം എത്രയാകും? 11:30 ആകും. ഓപ്ഷൻ സി. അടുത്തത് 34 ടു സ്പീക്ക് വെരി സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതിന് എന്താണ്? വിസ്പർ, മന്ത്രിക്കുക എന്ന് പറയില്ലേ? ഓപ്ഷൻ ബി ആണ്. അടുത്തത് 35 ഹി ഡാഷ് പ്ലേ ദ ഫ്ലൂട്ട് ബ്യൂട്ടിഫുള്ളി. അവിടെ ഓപ്ഷൻ സി, കുഡ് എന്നതാണ്. കുഡ് എന്ന ഓപ്ഷൻ സി ആണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത്. അടുത്തത് മൈ ഫ്രണ്ട് ആൻഡ് ഐ ഡാഷ് ദ പാർക്ക് യെസ്റ്റർഡേ എന്താണ്? അപ്പോൾ യെസ്റ്റർഡേ ഫ്രണ്ടും ഞാനും എവിടെയൊക്കെ പാർക്കിലേക്ക് പോയി. അപ്പോൾ വെൻറ്റ് ടു എന്ന ഓപ്ഷൻ ഡി ആണ്. അടുത്ത 37 വിച്ച് ഈസ് ദ കറക്റ്റ് വേർഡ്. അതിൽ കറക്റ്റ് വേർഡ് ഏതാണെന്ന്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് ശരിയായത്. താഴെ തന്ന ത്രികോണങ്ങളുടെ ചിത്രമുണ്ട്. അതിൽ എത്ര ത്രികോണം ഉണ്ട് എന്നാണ്. അപ്പോൾ അത് എണ്ണിയാൽ നമുക്ക് 16 ത്രികോണങ്ങൾ കിട്ടും. 16. ഓപ്ഷൻ ഡി ആണ്. അടുത്തതാ 39 ജിയോ ബോർഡിൽ 6 ആണികൾക്ക് റബ്ബർ ബാൻഡ് ഇട്ടു.
ഒരു ചതുര രൂപമുണ്ടാക്കി. അതിൽ ഒരു മൂലയിലെ ആണിയിലെ റബ്ബർ ബാൻഡ് ഒഴിവാക്കിയാൽ കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങൾ ഉണ്ടാകും? എത്ര വശങ്ങളുണ്ടാകും? അപ്പോൾ അതവിടെ 4 വശങ്ങളുണ്ടാകും എന്നതാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, ഒരു ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ, ഒരു ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? അപ്പോൾ അവിടെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണ്. 1000-ൽ നിന്ന് 2 പോയാൽ 998 എന്ന ഓപ്ഷൻ സി ആണ് അവിടെ നമുക്ക് ഉത്തരം കിട്ടുക. അടുത്തത് എന്താണ്? താഴെ പറയുന്നവയിൽ ജീവക ഘടകം ഏതാണ്? അപ്പോൾ അതിൽ ഓപ്ഷൻ സി സൂക്ഷ്മാണു എന്നതാണ്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് കങ്കാരു എലി. ഓപ്ഷൻ ബി കങ്കാരു എലി. 43, കെ നീലകണ്ഠൻ്റെ തൂലികാനാമം എന്ത്? ഇന്ദുചൂടൻ. ഓപ്ഷൻ ബി ഇന്ദുചൂടൻ എന്നതാണ്. 44, ഭൂമിയുടെ കുടലുകൾ എന്ന് വിളിക്കപ്പെടുന്നത് മണ്ണിര. മണ്ണിരയെയാണ് ഭൂമിയുടെ കുടലുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. അടുത്തത്, മാപ്പിള സാഹിത്യകൃതികളിൽ ഏറ്റവും പഴക്കം ചെന്നതായി അറിയപ്പെടുന്നത് മൊഹീദ്ദീൻ മാലയാണ്. ഓപ്ഷൻ ഡി മൊഹീദ്ദീൻ മാല. 46, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളി ഭാഷയാണ്. ബംഗാളി. 47, ശബ്ദമുണ്ടാക്കാതെ പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഏതാണ്? ഓപ്ഷൻ സി മൂങ്ങ. 48, ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ മയിൽ സംരക്ഷണ കേന്ദ്രം. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ എന്ന ഓപ്ഷൻ ഡി ആണ്. ചൂലന്നൂർ. അടുത്തത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ എന്നതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് 50, ഇന്ത്യാനാദേശു ഇത് ഏത് ഭാഷയാണ്? ഇന്ത്യാനാദേശമു ഇത് ഏത് ഭാഷയാണ്? തെലുങ്ക് ഭാഷയാണ്. തെലുങ്ക് ഭാഷ. ഓപ്ഷൻ ബി തെലുങ്ക് ഭാഷയാണ്. ഇന്ത്യാനാദേശമു എന്നത് തെലുങ്ക് ഭാഷയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 4ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത എക്സാമിലേക്കൊക്കെ ഉപകാരപ്പെടുത്തുന്നവർ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ആൻസർ പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.